ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ പിസ്സയാണ്. നമുക്കറിയാം പിസ്സ നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വെളിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത ഒരു പിസ്സ റെഡിയാക്കാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഒരു വലിയ ഇഷ്ടമാണ് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ജങ്ക് ഫുഡാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ ചേർന്നത് കൊണ്ട് ഇതൊരു ഹെൽത്തി ഫുഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിസ്സ എങ്ങനെയാണ് ഒരു നല്ല പിസ്സ റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഇന്ന്. അതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒരു വ്യൂവർ ആണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ അതാത് സമയത്ത് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയായ വെജിറ്റബിൾ പിസ്സ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിസ്സ റെഡിയാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണിത്, അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. പഞ്ചസാര ഇതിൽ മുഴുവനായി അലിഞ്ഞ് ചേർന്ന് നമുക്ക് അങ്ങോട്ട് റെസ്റ്റിന് വിടാം. പഞ്ചസാര അതിന് മുഴുവനായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് എടുക്കണം. അപ്പോഴേക്കും ഈ വെള്ളത്തിൽ നല്ലപോലെ ഈസ്റ്റ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഈസ്റ്റ് ഈ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്, അപ്പോൾ ഈസ്റ്റ് നല്ലതുപോലെ ഇപ്പോൾ അതിൽ കുതിർന്നു വന്നിട്ടുണ്ട്. ഈസ്റ്റ് നല്ലതുപോലെ ഈ വെള്ളവുമായി മിക്സായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് മൈദാപ്പൊടി ചേർക്കുവാണ്. 1 ഗ്ലാസ് മൈദാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ അത് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർക്കണം നിർബന്ധമില്ല, എങ്കിലും പാൽപ്പൊടി ചേരുമ്പോഴത്തേക്കും ആ പിസ്സ നമ്മൾ റെഡിയാക്കുന്നതിന് നല്ല ടേസ്റ്റ് വന്ന് ചേരും. അതുകൊണ്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തു. പിന്നീട് ഇതിന് ആവശ്യമായ ഉപ്പാണ്. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുവാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മൈദപ്പൊടിയും ഈസ്റ്റ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഈ ഡോ അല്പം ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മൈദപ്പൊടി നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതും സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്തിരി ഒരു അയവ് പോലെ കാണുന്നുണ്ട്. കുറച്ച് മൈദപ്പൊടി ചേർത്തതൊന്ന് കട്ടിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇത്രയും മതി. ഒരു പിസ്സ മാത്രം ഉണ്ടാക്കാനുള്ള മാവാണ് ഞാനിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ മാവിലേക്ക് ഞാനൊരല്പം സൺഫ്ലവർ ഓയിൽ ചേർക്കുവാണ്. പിന്നീട് ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. കൂടുതൽ കട്ടിയായി പോകാൻ പാടില്ല ഈ മാവ്. കാരണം നമുക്ക് പിസ്സക്ക് വേണ്ടി സോഫ്റ്റായി പരത്തിയെടുക്കേണ്ട മാവാണിത്. കട്ടിയായി ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു കട്ടി ഒരിക്കലും ഈ മാവിന് പാടില്ല. നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ പരത്തി എടുക്കാൻ പാകത്തിലായിരിക്കണം ഈ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരല്പം എണ്ണ ഇപ്പോൾ തൂക്കി കൊടുത്തത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താലും മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് ഞാൻ കൈവച്ച് പ്രസ് ചെയ്ത് ഇതിലേക്ക് എയർ ബബിൾസ് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഞാൻ നല്ലപോലെ ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഈ മാവ് ഒരു 5 മിനിറ്റ് കൈവച്ച് നല്ലതുപോലെ ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇനി ഇതൊരു
വെറ്റായ തുണി വെച്ച് വെള്ളം നനച്ച് കുറച്ച് വെറ്റായ ഒരു തുണി വെച്ച് നമുക്ക് കവർ ചെയ്യാം. നമ്മൾ ഈ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായി ഫെർമെൻറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കട്ടെ ഒന്ന്. അതിനുശേഷം ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഈ മൈദപ്പൊടി തൂക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി കൈവച്ച് നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. 5 മിനിറ്റ് ഞാൻ നന്നായി ഈ മാവ് കുഴച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചപ്പാത്തി പലക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മൈദപ്പൊടി തൂക്കി കൊടുക്കുകയാണ്. ഈ പാനാണ് ഞാൻ പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഞാൻ ഒരല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മാത്രം മതി. ഒലിവ് ഓയിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ടാണ്. അത് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദ കൊണ്ടുള്ള ദോ ഇതിലേക്ക് എടുത്തു വെക്കട്ടെ. ഇതോ ഇതിലേക്ക് ഞാൻ പാനിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ വെച്ച് ഇതിൻ്റെ അരികു വരെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം കട്ടിയായി മാവ് ഉണ്ടാക്കരുതെന്ന് പറയുന്നത് അതിനാണ്. നമുക്ക് കൈവച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കാൻ വിധത്തിലാണ് ഇതിൻ്റെ അയവ് റെഡിയാക്കേണ്ടത്. നല്ല കട്ടിയായി കഴിഞ്ഞാൽ കൈവച്ച് ഇതുപോലെ നമുക്ക് മൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അരികു വരെ ഇതുപോലെ കൈവച്ച് നന്നായി പരത്തി കൊടുക്കാം. മാവ് കൈവച്ച് എല്ലാ സൈഡിലേക്കും ഈവണായി ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കുറച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എല്ലായിടവും ഞാൻ ഫോർക്ക് വെച്ച് ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞു. പിസ്സ ബേസ് റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് പിസ്സ സോസാണ്. പിസ്സ സോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് സാവധാനം സ്പ്രെഡ് ചെയ്യാം. ഒരല്പം സൈഡിൽ ഞാൻ ചേർത്ത് കൊടുത്തു. സൈഡിൽ മുഴുവനായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിസ്സ സോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായി പിസ്സ ചീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മോസറെല്ലിൻ്റെ പിസ്സ ചീസ് അത് ഗ്രേറ്റ് ചെയ്തിടാനാണ് പോകുന്നത്. ഒരു ഗ്രേറ്റർ വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തിടാനാണ് പോകുന്നത്. ഒരു ഗ്രേറ്റർ വെച്ച് ഞാൻ ഈ പിസ്സ ചീസ് ഇതിൻ്റെ മുകളിലായി ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ പോവുകയാണ്. ഇതുപോലെ ചീസ് എല്ലായിടവും ഞാനിത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ. ചീസ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് മുകളിലായി ഞാൻ വെജിറ്റബിൾസ് ആണ് ചേർക്കാൻ പോകുന്നത്. അതിൽ ആദ്യം ചേർക്കുന്നത് 3 തരം ക്യാപ്സിക്കാണ്. ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ചെറിയ സ്ലൈസായി നീളത്തിൽ കട്ട് ചെയ്തതാണ്. അത് ഈ 3 ക്യാപ്സിക്കം ഈ ചീസിന് മുകളിലായി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ക്യാപ്സിക്കം മുഴുവനായി ഞാൻ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി ഞാൻ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് സവാള. അത് ക്യൂബ്സായി ലേയേഴ്സായി കട്ട് ചെയ്തെടുത്തതാണ്.
പിന്നീട് ഒരു 6 ഒലീവ്സ് ആണിത്, ഗ്രീൻ ഒലീവ്സ്. അത് ചെറുതായി കട്ട് ചെയ്തതാണ്. ഒരു പകുതി തക്കാളി. ഇത്രയുമാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് ഇതിന് മുകളിലായി നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ആദ്യം സവാള ഞാൻ ചേർക്കുവാണ്. അതിനുശേഷം തക്കാളി ചേർക്കാം. പിന്നീട് നമുക്ക് ഒലിവ്സും ചേർക്കാം. എല്ലാം ഈവണായി സ്പ്രെഡ് ചെയ്യണം. ഒരു ഭാഗത്ത് മാത്രമായി പോകാൻ പാടില്ല. ഇനി നമുക്ക് ഏറ്റവും മുകളിലായി കുറച്ചുകൂടെ ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റർ വെച്ച് ചീസ് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈവണായി ഒന്ന് ചീസ് എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. പിസയുടെ ടോപ്പിങ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം ചതച്ച മുളകാണിത്. നമ്മുടെ സാധാരണ വറ്റൽമുളക് ചതച്ചതാണ്. അത് ഇത്തിരി ഇതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്യാണ്. പിന്നീട് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് ഒറിഗാനോ. ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. ഒറിഗാനോ ഒരല്പം ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്യാം. ഇതാണ് ഒറിഗാനോ. ഇത് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇതൊക്കെ ഫ്ലേവേഴ്സിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഈ പാൻ അടുപ്പിലോട്ടേക്ക് വെക്കാൻ നോക്കട്ടെ. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ പിസ്സ റെഡിയാക്കാനുള്ള പാന് അടുപ്പിലോട്ടേക്ക് വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ അടപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറിയ തീയിൽ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഈ ലിഡിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്റ്റീം വന്നിട്ട് അതൊരു ഫോഗ് പോലെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മളിനി അത് ഷിഫ്റ്റ് ചെയ്യാൻ പോണത്. ഇനി നമുക്കിത് ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം അതേ സ്റ്റൗവിലേക്ക് ഞാനൊരു അയൺ പാനാണ് വെക്കുന്നത്. അയൺ പാൻ മാത്രമേ വെക്കാൻ പാടുള്ളൂ, നോൺ സ്റ്റിക്ക് പാന് വെക്കാൻ പാടില്ല. ഇനി ഈ അയൺ പാനിലേക്കാണ് ഞാൻ നമ്മുടെ പിസ്സ പാന് എടുത്ത് വെക്കാൻ പോകുന്നത്. കറക്റ്റ് പാനാണ്. ഇപ്പോൾ പിസ്സ പാൻ ഇപ്പോൾ അയൺ പാനിൻ്റെ മുകളിലായി വെച്ചിട്ടുണ്ട്. തീ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ്. ഇനി സിമ്മിൽ ഒരു 15-20 മിനിറ്റ് കുക്കാവണം. വളരെ ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് കുക്കാവട്ടെ. 20 മിനിറ്റ് ചെറിയ തീയിൽ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് പിസ്സ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അടപ്പ് തുറന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഇത്ര വരെ അത് അവിടുന്ന് റെസ്റ്റ് എടുക്കട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ലിഡൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ചീസൊക്കെ നല്ലപോലെ മെൽട്ടായിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം മീഡിയം സൈസ് കുക്കഡാണ്. ഇനി ഞാനിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഞാനൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ചീസൊക്കെ എല്ലായിടത്തേക്കും മെൽറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈ പിസ്സ കട്ടർ ഇല്ല. ഞാൻ സാധാരണ ഒരു നൈഫ് ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്യാൻ നോക്കട്ടെ. ഒരു കഷണം പിസ്സ ഞാൻ നൈഫ് വെച്ചാണ് കട്ട് ചെയ്തത്. പിസ്സ കട്ടർ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പിസ്സ. വളരെ സോഫ്റ്റാണ്. ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി എല്ലാവിടെയും ഒത്തിച്ചേർന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഈസി അല്ലേ? വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ഹെൽത്തി ഫുഡാണ്, റിച്ച് ഫുഡാണ്. ചീസൊക്കെ ചേരുന്ന കാരണം അത് നല്ല റിച്ചാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.